ഗൈസ്, മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിൽ അഷറഫ് പിലാക്കൽ നിർമ്മിച്ച് നാദിർ ഷാ സംവിധാനം ചെയ്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ പ്രധാന കഥാപാത്രമായി വന്നിട്ടുള്ള മാജിക് മഷ്റൂം സിനിമ കണ്ടു കഴിഞ്ഞു. സീരിയസ്ലി കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ സിനിമ. വിഷ്ണു നാദിർ ഷാ അവസാനമായിട്ട് ഒന്നിച്ച സിനിമയായിരുന്നു. ആ സിനിമയാണ് എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. കാരണം അതിനകത്ത് പ്രണയം, തേപ്പ്, അതിജീവനൊക്കെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും പ്രണയം, തേപ്പ്, അതിജീവനം കാണിക്കുന്നു. രണ്ടുപേരും ആ സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നു. അപ്പം സെയിം സംഭവം വരുന്ന സമയത്ത് സാമ്യതകളൊക്കെ നമുക്ക് തോന്നുമല്ലോ സ്വാഭാവികമായിട്ടും. ആ സാമ്യത തോന്നിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഇതിനകത്തുള്ള പ്രണയം വളരെ മനോഹരമായി കാണിച്ചിട്ടുണ്ട്. ഇവിടെ മലയാള സിനിമയിൽ വല്ലപ്പോഴും മാത്രമാണ് നല്ല പ്രണയ കഥകൾ വരാറുള്ളത്. വല്ലപ്പോഴും മാത്രം. ഇപ്പൊ കുറെ ആയിട്ട് നല്ല പ്രണയകഥയൊന്നും വന്നിട്ടില്ല. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു നാടൻ പ്രണയമൊക്കെ കാണിച്ച് വളരെ രസകരമായിട്ട് നാട്ടിൻപുറത്തെ ജീവിതമൊക്കെ കാണിച്ചു പോയിട്ടുണ്ട്. എനിക്ക് ആ ഭാഗം നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ പ്രണയം എനിക്ക് പലപ്പോഴും എനിക്ക് വർക്കായിട്ടുണ്ട്. അങ്ങനെ ആ പ്രണയം എനിക്ക് വർക്കാവുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അക്ഷയ ഉദയകുമാറാണ്. നായികയായിട്ട് വന്നിട്ടുള്ള പെൺകുട്ടി വളരെ മനോഹരമായിട്ട് അഭിനയിച്ചു. പുതുമുഖ നായികയാണ്. പക്ഷെ പ്രണയമൊക്കെ എത്ര ഇന്റൻസീവ് ആയിട്ടുള്ള പ്രണയാന്ന് കാണിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഇൻസെക്യൂരിറ്റി, അതേപോലെ തന്നെ ഇൻട്രോവേർട്ട് സ്വഭാവമാണെങ്കിൽ അത് കാണിക്കുന്നുണ്ട്. പ്രണയത്തിന്റെ തീവ്രത ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ അത്രയും ഭംഗിയായിട്ട് ആ പ്രണയത്തെ കൊണ്ടുപോയിട്ടുണ്ട്. സിനിമയുടെ കഥയിലേക്ക് വരുവാണെങ്കിൽ കന്നിക്കുഴി എന്ന് പറയുന്ന ഒരു മലയോര പ്രദേശത്താണ് കഥ നടക്കുന്നത്. അവിടെ ജീവിക്കുന്ന എല്ലാവരും കൊച്ചെറുക്കൻ എന്ന് വിളിക്കുന്ന വളരെ സാധാരണക്കാരനായിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നുമില്ലാത്ത ഒരു കഥാപാത്രം. അതാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നത്. ആ കൊച്ചെറുക്കന്റെ ലൈഫിലൊരു പ്രണയ നൈരാശ്യം വരുന്നു. അയാൾ ആത്മഹത്യ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. അതിന്ന് തിരിച്ചു വരുന്നു. പിന്നീട് ഒരു പ്രണയം വരുന്നു. ആ പ്രണയത്തിൽ കോൺഫ്ലിക്റ്റ് വരുന്നു. എങ്ങനെയാണ് കഥ പോകുന്നത്. അപ്പൊ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ക്യാരക്ടറിനും കുറെ ചൈൽഡ്ഹുഡ് ട്രോമ, ആങ്സൈറ്റി, കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ പ്രണയമൊക്കെ വളരെ മനോഹരമായി കാണിച്ചു പോയിട്ട് തലയും വാലും ഇല്ലാണ്ട് അങ്ങ് കഥ അവസാനിപ്പിച്ചു. ഒരു തലയും വാലും ഇല്ല. അതായത് അത്രയും ഭംഗിയായിട്ട് പോയ സംഭവമാണ്. അവസാനം കൊണ്ടുപോയിട്ട് രാമായണം കാണിച്ച് രാമായണം അങ്ങ് പൊളിച്ചെഴുതി എന്തൊക്കെയോ വിപ്ലവം കാണിച്ചുകൊണ്ട് സിനിമ അങ്ങ് അവസാനിപ്പിച്ചു. ഒരു ക്ലോഷർ കിട്ടുന്നില്ല. കുറെ കോൺഫ്ലിക്റ്റ് കാണിക്കുന്നുണ്ട് പ്രണയത്തിനിടയ്ക്കുള്ള. ആ കോൺഫ്ലിക്റ്റ് ഒക്കെ കാണിച്ചിട്ട് ഒറ്റയടിക്ക് രാമായണം വന്ന് രാമായണത്തിങ്ങ് പൊളിച്ചെഴുതാന്നൊക്കെ വെച്ചാൽ നമ്മൾ കുറെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട് രാമായണമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതിനകത്ത് സീത എന്ന് പറയുന്ന കഥാപാത്രം വളരെ അധികം എന്താ പറയാ, ഒരു യാതൊരു പരിഗണനയും കിട്ടാത്ത കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന് ഒരു സ്ത്രീ എന്നുള്ള രീതിക്ക് ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് രാമന്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ നമ്മൾ വളരെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ സംഭവത്തിൽ തന്നെ കുറച്ചും കൂടി നല്ല രീതിക്ക് കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, സിനിമയ്ക്ക് ക്ലോഷർ കിട്ടുന്നില്ല. ആ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഇവര് ബ്രില്യൻസ് ആയിട്ടാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആ ബ്രില്യൻസ് ഇവിടെ ഏറ്റിട്ടില്ല. അത് സിനിമ അങ്ങനെ അങ്ങ് അവസാനിപ്പിച്ചു. അപ്പൊ രാമായണം പൊളിച്ചെഴുതി രാമായണത്തെ ഒന്ന് മാറ്റി പിടിച്ചു എന്നല്ലാണ്ട് സിനിമയുടെ കഥയുമായിട്ട് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ബന്ധമുള്ള പോലെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പം കുറച്ചും കൂടി ഭംഗിയായിട്ട് ക്ലൈമാക്സ് വേറെ രീതിക്ക് മാറ്റി പിടിച്ചിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് സിനിമയുടെ ഒരു അവസ്ഥ. പിന്നെ എനിക്ക് ഏറ്റവും അധികമായിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇതൊരു ഫാന്റസി ജോണർ മൂവിയാണ്. ഫാന്റസി തുടക്കത്തിലൊക്കെ ആ ഫാന്റസി മോഡലൊക്കെ പോയിട്ട് നല്ല രസകരമായിട്ട് ഫാന്റസി കാണിക്കുന്നുണ്ട് കേട്ടോ. ഭംഗിയായിട്ട് കാണിക്കുന്നുണ്ട്. വിഷ്വലൈസ് ചെയ്ത രീതി അത്രയും ഭംഗിയായിട്ടാണ്. പക്ഷേ ആ ഫാന്റസിയിലേക്ക് നമ്മൾ തുടക്കത്തിൽ പോകുന്നെങ്കിലും ഇടയ്ക്ക് എവിടെയോ വെച്ച് ഫാന്റസി ഒക്കെ കൈവിട്ട് പോയി റിയാലിറ്റിയിലേക്ക് പോയിട്ട് പിന്നെ ഫാന്റസി ഒന്നും ഇല്ല. ഒന്ന്. രണ്ടാമത്തത് കോമഡി. നാദിർ ഷാ എന്ന് പറയുന്ന സംവിധായകന്റെ അമർ അക്ബർ അന്തോണി ആണെങ്കിലും കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ ആണെങ്കിലും ഒക്കെ ചിരിച്ച് ഒരു വിധമായ സിനിമയാണ്. അമർ അക്ബർ അന്തോണിക്ക് ഭയങ്കര രസമായിട്ടുള്ള സിനിമയായിരുന്നു ഒരു കോമഡി എന്നുള്ള നിലയ്ക്ക്. പക്ഷെ ആ സംവിധായകന് ഇവിടെ കോമഡി വർക്കാക്കാൻ പറ്റുന്നില്ല. ഭയങ്കര പരാജയപ്പെട്ടു പോവാണ്. കോമഡി ഏൽക്കുന്നില്ല. കോമഡിക്ക് വേണ്ടി എന്തൊക്കെയോ കാണിക്കുന്നെങ്കിലും എന്തൊരു അവസ്ഥ എന്നുള്ള ഒരു നമ്മൾ തലയിൽ കൈവച്ച് പോകുന്ന അവസ്ഥയാണ്. അപ്പൊ ആ ഒരു കോമഡി ഒട്ടും വർക്കായിട്ടില്ല. ദയനീയമായ അവസ്ഥയായിട്ടുണ്ട്. ഈ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കാര്യം അതുപോലെ തന്നെയാണ്. കാരണം പുള്ളിക്കാരനും ഈ കോമഡി ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ പെട്ടെന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. അതാണ് സിനിമയുടെ വലിയ പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സിനിമയിൽ അഭിനയിച്ചവരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജാഫർ ഇടുക്കി എല്ലാ സിനിമകളിലെയും പോലെ തന്നെ സ്ഥിരം ഒരേ അഭിനയം കാണിച്ചിട്ടുണ്ട്. ഒരേ അഭിനയം, ഒരു മാറ്റമില്ല. തൊട്ട് മുൻപായിരുന്നു ബേബി ഗേൾ ഞാൻ കണ്ടത്. ബേബി ഗേളിലും അതേ അഭിനയം, ഇതിലും അതേ അഭിനയം. അങ്ങനെ പോകുന്നുണ്ട് അഭിനയത്തില്. സിദ്ധാർത്ഥ ഭാരതന്റെ കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നടൻ, നല്ല രീതിക്ക് കഥാപാത്രം രസകരമായിട്ട് ചെയ്തു. പിന്നെ കുറെ ആക്ടേഴ്സ് വരുന്നുണ്ട്. അവരൊക്കെ നല്ല രീതിക്ക് കഥയും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അഭിനയത്തിലൊന്നും വലിയ കുഴപ്പം എനിക്ക് തോന്നുന്നില്ല. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നല്ല രസമായിട്ട് ഈ പറഞ്ഞ എല്ലാ ചൈൽഡ്ഹുഡ് ട്രോമയും അതും ഇതൊക്കെ വളരെ സാധാരണക്കാരനായിട്ടുള്ള കഥാപാത്രമായിട്ടൊക്കെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അഭിനയിച്ച എല്ലാവരും ഓക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ
ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ സുജിത് വാസുദേവ് ആണ് സിനിമയുടെ DOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഫാന്റസി ജോണറൊക്കെ വരുന്ന സമയത്ത് വളരെ വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചു. വളരെ മനോഹരമായിട്ട്, ഫാന്റസി ജോണർ എന്നല്ല, ത്രൂ ഔട്ട് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ആ ഒരു സൈഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതെനിക്ക് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നാദിർഷ 5 ഗാനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം സംഗീതം ചെയ്തിട്ടുള്ളതാണ് ഇതിനകത്തുള്ള ഗാനങ്ങളൊക്കെ. അപ്പോൾ നാദിർഷ ചെയ്ത സംഗീതം, അത് പാടിയിട്ടുള്ളത് റിമി ടോമി, വിനീത് ശ്രീനിവാസൻ പോലുള്ള അത്യാവശ്യം നല്ല ജാസി ഗിഫ്റ്റ് പോലുള്ള സിംഗേഴ്സ് ഒക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരൊറ്റ ഗാനം പോലും കൊള്ളില്ല. വളരെ 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 മോശമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ശാന്തിവിള ദിനേശ്. പുള്ളിക്കാരനൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരന്റെ മറ്റേ അഴുക്ക ചെറുക്കൻ, തന്തേക്കാൾ മോശം എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ പറഞ്ഞുകൊണ്ടൊരു കഥാപാത്രം. പിന്നെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ജോൺ കുട്ടിയാണ്. കുഴപ്പമില്ല, നല്ല പോലെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും മോശമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. മണികണ്ഠൻ അയ്യപ്പയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. പലപ്പോഴും കോമഡി ഒക്കെ വരുന്ന സമയത്തില്ലേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്തോ ക്രൈം നടക്കാൻ പോവാണ്, എന്തോ സംഭവിക്കുന്നു എന്നുള്ള ഫീലാണ് തന്നിട്ടുള്ളത്. അതൊക്കെ ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടെക്നിക്കൽ സൈഡ് കുഴപ്പമില്ല, ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ മോശമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ കുഴപ്പമില്ല. അപ്പൊ സിനിമയ്ക്കകത്ത് കുറെ പരിമിതികൾ ഉണ്ടെങ്കിലും ശരി, നമ്മുടെ അക്ഷയ ഉദയകുമാറിന്റെ പ്രണയം കണ്ടിരിക്കാൻ വളരെ രസകരമായിട്ട് തോന്നി, മനോഹരമായിട്ട് തോന്നി. സോ പ്രണയം കണ്ടിരിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, പ്രണയം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ആ രീതിക്ക് കാണാൻ പറ്റിയിട്ടുള്ള സിനിമയാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.